ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശം അതിനെ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനി എന്തായാലും നന്ദുവിൻ്റെ മേളിൽ എൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കും, അവൾ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ അനുവദിച്ചു കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ തോന്നുന്നുണ്ടോ തനിക്ക് അനിയുടെയും നന്ദുവിൻ്റെ വിവാഹമായിരുന്നു നടക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനൊന്നും മിണ്ടുന്നില്ല കേട്ടോ, പൊട്ടിക്കരയുവാണ്. ആദർശ് അപ്പം പറയുവാണ്, ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമായിരുന്നു അവരുടെ, പക്ഷേ കൂട്ടിച്ചേർക്കേണ്ടവരത് ചേർത്തില്ല എന്ന് മാത്രം എന്നൊക്കെ പറയുവാണ്. അതേ സമയത്ത് നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയൊക്കെ നയന എന്ത് ചെയ്തിങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്, നന്ദുവിനെയും കാണുന്നില്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് അനാമികയെ കൊണ്ട് വലം വെച്ചുകൊണ്ടേ ഇരിക്കുവാണ്. വലം വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ അനാമികയുടെ താലിമാല ഊരി താഴെ വീഴുവാണ് കേട്ടോ. അനാമിക പറയുന്നുണ്ട്, അയ്യോ എൻ്റെ താലി എന്ന് പറയുന്നുണ്ട്. അനി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും താലി താഴെ കിടക്കുവാണ് കേട്ടോ. ഇത് കണ്ട മുത്തശ്ശിയും ജാനകിയും അനാമികയുടെ വീട്ടുകാരും ജലജയും ദേവയാനിയും ഒക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, എങ്ങനെ പൊട്ടി താഴോട്ട് വീഴാതിരിക്കും, അവളില്ലേ ആ നയന, അവളല്ലേ ഇത് കെട്ടിക്കൊടുത്ത്, അത് അഴിച്ചായിരിക്കും വിട്ടേക്കുന്നത്, കെട്ടിയായിരിക്കുമല്ല കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ നവ്യയെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നയനയുടെ വീട്ടുകാരും കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നവ്യയുടെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പുരോഹിതനത് കണ്ടിട്ട് നെഞ്ചിൽ കൈ വെക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അനാമിക ഇങ്ങനെ ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ജാനകി പെട്ടെന്ന് അങ്ങ് ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇത് സാരമില്ല മോളെ, ഇതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴേക്കും ജാനകി പറയുവാണ് എന്നോട് താലി എടുത്തു കൊടുത്തിട്ട് പറയാണ്, ഇതൊന്നുകൂടെ കെട്ടിക്കൊടുക്കടാ മോളുടെ കഴുത്തെന്ന് പറയണം. അങ്ങനെ വീണ്ടും കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. ഇതൊന്നും പുരോഹിതന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പുള്ളിയുടെ മുഖത്ത് ഒരു പ്രത്യേക വികാരമൊന്നും ഇല്ലാതെ ഇവരെന്തായി കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അതിന് വീണ്ടും താലി കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ ദേവയാനിയൊക്കെ വന്നിട്ട് പറയാണ്, ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നയനയുടെ വീട്ടുകാരുടെ അടുത്തോട്ട് ചെല്ലുവാണ് കേട്ടോ ജലജയൊക്കെ. അത് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ മനഃപൂർവ്വം താലി അയച്ചു വിട്ടതായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ ആദർശിനോട് നയനയുടെ വിഷമങ്ങൾ ഓരോന്ന് പറയുവാണ്. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ വലിയ സ്വത്ത് സമ്പാദ്യമൊന്നുമില്ല, എങ്കിൽ പോലും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോടും എൻ്റെ ചേച്ചിയോടും അങ്ങോട്ട് വന്നേക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ പോലും എനിക്കങ്ങോട്ട് പോകണമെന്നില്ല, കാരണം എനിക്ക് എൻ്റെ അച്ഛൻ്റെ അവസ്ഥ അറിയാം, ഞങ്ങൾ ഒരിക്കലും തിരിച്ചറിയണമെന്ന് അച്ഛൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഷമങ്ങളും പറയുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പം ആദർശ് പറയാണ്, ആരും ഒന്നും അറിയണ്ട, ഒട്ടും അറിയണ്ട, എന്തായാലും നന്ദുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒരേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇനി എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എപ്പോഴേലും എന്നെ എതിർത്ത് എന്നെ വേണ്ടെന്നുള്ള രീതിയിൽ പറയുമോ ആദർശേട്ടാന്ന് ചോദിച്ച് ആദർശിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുവാണ് കേട്ടോ. അപ്പോൾ ആദർശം നയനേനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, ഞാൻ പണ്ടത്തേലും ഒരുപാട് മാറിയില്ലേ എന്നൊക്കെ പറയണം. അതേ സമയത്ത് ജാനകി ജലജയുടെ ദേവയാനിയുടെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞേ, അത് നേരാ, നല്ല ഇടത്തേക്ക് കെട്ടിക്കൊടുത്താൽ പറയുന്നോ, എന്തിനാ അവരെയും കൊണ്ടൊക്കെ കെട്ടിച്ചതെന്നൊക്കെ ഇവർ ഫോട്ടോഷൂട്ട് നടക്കുന്നതിൻ്റെ സൈഡിൽ മാറി നിന്ന് പറയുവാണ് കേട്ടോ. കുറേ പറച്ചിലായി കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് നവ്യ പറയുകയാണ്, നിങ്ങൾ എന്ത് ഈ പറയുന്നത്, ആദർശേട്ടനും നയനയ്ക്കും ഇതൊന്നും അല്ല പരിപാടി എന്ന് പറയുമ്പം ജലജ എവിടെ നിന്ന് പറയുന്നുണ്ട്, അത് പറയണ്ട, ഇപ്പം തന്നെ ആണെങ്കിലും നോക്ക്, ആദർശ് കണ്ടില്ലേ, എവിടെ ആദർശിനെ കാണുന്നില്ലല്ലോ, നയനയിലെ അവൾ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും, ഇതൊന്നും കാണാൻ കഴിയുവല്ലാഞ്ഞിട്ടെന്നൊക്കെ പറയുവാണ്. അവസാനം നവ്യയ്ക്ക് ദേഷ്യം വന്നിട്ട് നവ്യ പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാം, ഞങ്ങൾ ശരിക്കും കയറി വന്ന മരുമക്കൾ തന്നെയാണെന്നും പറഞ്ഞാൽ അച്ഛനും അമ്മയും ചുമ്മാ ഇവരുടെ വർത്താനം കേട്ടുകൊണ്ടിരിക്കാണ്ടെന്ന് പറഞ്ഞങ്ങ് പോവാണ് കേട്ടോ. അത് കണ്ടിട്ട് നമ്മുടെ ജലജ പറയുവാണ്, ഇവക്കൊരു എല്ല് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ ജാനകി പറയുവാണ് കേട്ടോ ദേവയാനിയോടും ജലജയോടും, ഇവക്കൊരു എല്ലല്ലേ കൂടുതലുള്ളൂ, മറ്റവൾ സ്നേഹം എന്ന് അടിച്ചു തന്ന് ചതിക്കും, അത്ര എന്തായാലും ഇല്ലല്ലോ എന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുരോഹിതൻ വന്നിട്ട് നമ്മുടെ മുത്തശ്ശീനെ വിളിക്കുവാണ്. മുത്തശ്ശീനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ പറഞ്ഞത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നല്ലേ ഈ കല്യാണത്തിൻ്റെ കാര്യം, നടക്കാൻ പാടില്ലാത്ത കല്യാണമാണ് നടന്നത്, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ കുട്ടിയുടെ ജാതകത്തിൽ 2 വിവാഹത്തിന് യോഗമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയാം, തിരുമേനി വാഴക്കല്യാണം ഒരു പരിഹാരമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോൾ പണ്ഡിതന് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, അത് കൊള്ളാമല്ലോ, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ 2 കല്യാണത്തിൻ്റെ ഇത് മാറുമോ, അത് മാറുമെങ്കിൽ ഞാനൊന്നേ പറയുകയില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ച് പുരോഹിതൻ നല്ലപോലെ ദേഷ്യപ്പെടുവാണ് കേട്ടോ. അപ്പോൾ തിരുമേനി പറയാണ്, എനിക്കറിയാവുന്നൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു എന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പുരോഹിതൻ പറയുന്നുണ്ട്, എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, അവർക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, വേറെ എന്ത് പറയാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് കേട്ടോ.
ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനകി അങ്ങ് വരുവാണ്. ജാനകി എന്നിട്ട് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല അമ്മേ, അമ്മ അതൊന്നും ശ്രദ്ധിക്കണ്ട. പണ്ട് പുരോഹിതൻ പറയുന്നത് ശരിയായിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും ശരിയാവണമെന്നുണ്ടോ? എന്തായാലും അമ്മ ഇത് ദൈവത്തെ ഓർത്ത് അനിയോടൊന്നും ചെന്ന് പറയണ്ട എന്ന് പറയുവാണ്. കഴിയുമ്പോൾ തിരുമേനി പറയാണ്, എനിക്കറിയാവുന്നൊരു പരിഹാരം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും എന്ന് പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനിയും ജലജയും അങ്ങ് വരുവാണ്. അപ്പോൾ ദേവയാനി ജാനകി ആശ്വസിപ്പിക്കാൻ പറയുന്നുണ്ട്, പുരോഹിതൻ പറയുന്നത് എല്ലാം ശരിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നയന വീട്ടിൽ കയറി കഴിയുമ്പോൾ സർവ്വ ഐശ്വര്യമായിരിക്കും എന്നല്ലേ പറഞ്ഞത്, അങ്ങനെയൊന്നും നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. മുത്തശ്ശി പറയാണ്, എന്താടി ഐശ്വര്യക്കുറവ്? നയനമോള് വീട്ടിൽ കയറി വന്നിട്ട് എന്തെങ്കിലും ഐശ്വര്യക്കുറവുണ്ടോ? അവന് നല്ലൊരു ഭാര്യ തന്നെയല്ലേ കിട്ടിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊന്നും കേൾക്കുന്നത് നമ്മുടെ ദേവയാനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഗോവിന്ദൻ നമ്മുടെ കനയോട് പറയുന്നുണ്ട്, സദ്യ കഴിക്കാൻ നിൽക്കണോ? നന്ദൂട്ടനെ കാണുന്നില്ല, എന്തായി, പോയാലോ എന്നൊക്കെ പറയുമ്പോഴേക്കും കനക പറയുന്നുണ്ട്, ഇപ്പം നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ നയനെ ഇവിടെ ഇല്ല, ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് നയനേനെ വിളിക്കുവാണ് കേട്ടോ. പക്ഷേ കിട്ടുന്നില്ല. അത് കഴിയുമ്പോൾ നവ്യ പറയുകയാണ്, നിങ്ങളെന്തായാലും കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെല്ലായിടത്തും ഇങ്ങനെ ഒതുങ്ങി കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും നമ്മുടെ തലയിൽ കയറുന്നേ, വാ എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുവാണ് കേട്ടോ. കഴിഞ്ഞ തകൃതിയായ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുവാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാൻ നേരത്ത് വേണു പെട്ടെന്ന് ചോദിക്കുവാണ് എല്ലാവരോടും, അല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മൂത്ത മരുമക്കളുടെ കുടുംബത്തിൽ നിന്നുള്ളവരൊക്കെ എന്തിയെ, അവരൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് പറയണം, ആദർശനെ നയനെയും കണ്ടില്ലോ, ആൽബം കാണുമ്പം എല്ലാവരും അവരെന്തിയെന്ന് ഉറപ്പായിട്ടും ചോദിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പം നമ്മൾ ജാനകി ഇങ്ങനെ ചിരിച്ച് നിൽക്കുവാണ്, ഒന്നും മിണ്ടാണ്ട്. അതേ സമയത്ത് നമ്മുടെ ജലജ പറയാണ്, അതെങ്ങനെയാണ്, അവർക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുകയല്ലോ, നേരെ വഴിക്ക് വന്ന മരുമക്കളല്ലല്ലോ, അത് ദേവയാനി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പോൾ ആദർശം മാറിപ്പോയി, അവനെ വിളിച്ചുകൊണ്ട് പോയത് കണ്ടില്ലേ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മാത്രം ദേവയാനിക്ക് അത്ര പിടിക്കുന്നില്ല. ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യുകയില്ല, ഇനി അവളെന്തേലും പറഞ്ഞ് പറ്റിച്ചു കൊണ്ടുപോയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ പറയുവാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് നമ്മുടെ ജാനകിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ജാനകി പറയുകയാണ്, ഇനിയിപ്പം പുരോഹിതൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചെറുതായിട്ട് ടെൻഷൻ അടിച്ച് ചോദിക്കുമ്പോഴേക്കും ദേവേനി പറയാണ്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയായിരുന്നെങ്കിൽ ആദർശിൻ്റെയും നയനയുടെയും കാര്യത്തിൽ അങ്ങനെ പറഞ്ഞ ഐശ്വര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് കേട്ടുകൊണ്ട് വരുന്ന ജലജയും പറയുകയാണ്, അത് നേരാ, അങ്ങേർക്ക് വയസ്സായി, തലയൊക്കെ മരച്ചിരിക്കുക, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ജാനകി പറയാം, എന്തായാലും ഞാൻ എൻ്റെ മരുമോളെ സ്വന്തം മോളായിട്ട് തന്നെ കണ്ടു, ഇനി അങ്ങനെ കാണാനും പോകുന്നുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോഴും ജലജയുടെ ഉള്ളിൽ അത്ര സന്തോഷമൊന്നുമല്ല. ജലജ എന്നിട്ട് ചിരിച്ചു പിടിച്ച് അവിടെ നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ജയനെയാണ്. ജയൻ്റെ സുഹൃത്തിനോട്, ആദർശ് എവിടെ പോയെന്നറിയില്ല, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കും, കല്യാണം എല്ലാം മെയിനായിട്ട് ഓടി നടത്തിയത് അവനാണ്, ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഇല്ലാണ്ടാവും മാറി നിൽക്കില്ല എന്ന് പറയുവാണ്. അത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവേനി വന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. അപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പം നമ്മുടെ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. എന്നിട്ട് പറയണം, അവൾ ഈ സമയത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോയി, അവൾ താലി മനഃപൂർവ്വം അയച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ട് ആ പുള്ളി അവിടെ നിൽപ്പുണ്ടെന്ന് പോലും നോക്കാതെ പുള്ളിയോടും കൂടെ കൂട്ടി പറയുവാണ്, അതെങ്ങനെയാ, തല മറിച്ച് കയറി വന്ന മരുമോളല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓരോ കുറ്റവും നയനയുടെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ജയൻ ആകെക്കൂടെ അപമാനമാവുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അത് കഴിയുമ്പോൾ ദേവേനെ അങ്ങ് പോയി കഴിയുമ്പോൾ ജയൻ അയാളോട് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും അല്ലടോ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മരുമോളെ കിട്ടാൻ പുണ്യം ചെയ്യണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കാനുള്ള വിശാലതയൊന്നും എൻ്റെ ഭാര്യയുടെ മനസ്സിനില്ല, അത്രയ്ക്ക് നല്ലൊരു മരുമോളാന്ന് പറഞ്ഞ് നയനെപ്പറ്റി ഓരോ നല്ല കാര്യങ്ങൾ പറയുവാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് അവളെക്കുറിച്ച് അഭിമാനമാണ്. ആ സമയത്തൊക്കെ നമ്മുടെ നന്ദൂനം തിരയുവാണ് കേട്ടോ അനി. അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.